കൊച്ചി നഗരത്തെ പാതി വിഴുങ്ങിയ പ്രളയപ്പെയ്ത്തുള്ള ഒരു കർക്കടക രാത്രിയായിരുന്നു അത്. സമയം പുലർച്ചെ 2 മണി. ആകാശത്ത് ഇടിയും മിന്നലും മാറി മാറി വെട്ടിപ്പെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളൊക്കെ വീടുകളിൽ ഒളിച്ചിരുന്ന ആ സമയത്ത് ആലുവയിലെ വിജനമായ പണിതീരാത്ത ഒരു വില്ലാ പ്രൊജക്റ്റിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ആംബുലൻസ് ലൈറ്റുകൾ അണച്ച് പതുക്കെ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും PPE കിറ്റ് ധരിച്ച 2 രൂപങ്ങൾ പുറത്തേക്കിറങ്ങി. അവരുടെ കൈകളിൽ വലിയ ക്യാനുകളിൽ മാരകമായ രാസലായനികൾ ഉണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ പിൻവാതിൽ തുറന്ന് അവർ വലിയൊരു തടിയുടെ മരപ്പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ മൃതദേഹമായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ ആ പെട്ടിക്ക് മുകളിലേക്ക് രാസലായനി ഒഴിച്ചു. ഒടുവിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടതും ആ കനത്ത മഴയത്തും ആ മൃതദേഹം വലിയ ജ്വാലയോടെ കത്തിച്ചാമ്പലാകാൻ തുടങ്ങി. കൃത്യം നിർവഹിച്ചതിനു ശേഷം ഡ്രൈവറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് ദ ആർക്കിടെക്റ്റ് എന്നായിരുന്നു. കാര്യം കഴിഞ്ഞു സർ, ഒരു തെളിവ് പോലും ബാക്കിയില്ല, ഡ്രൈവർ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. മറുപുറത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഫോൺ കട്ടായി. അതേസമയം കൊച്ചി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ തൻ്റെ ക്യാബിനിൽ കനത്ത ആലോചനയിലായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ ആൽബിൻ ആന്റണി. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ കൊച്ചി നഗരത്തിലെ 5 പ്രമുഖ വ്യക്തികളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ഒരു രാഷ്ട്രീയ നേതാവ്, പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ, ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ജഡ്ജി, ഇപ്പോൾ ഒടുവിലായി നഗരത്തിലെ പ്രശസ്ത സർജനായ ഡോക്ടർ മാത്യു ചെറിയാനെയും. നഗരത്തെയാകെ ഭീതിയിലാഴ്ത്തിയ ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ആൽബിനാണ്. എന്നാൽ പോലീസിന് ഒരൊറ്റ സൂചന പോലും ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ആൽബിൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വരുന്നത്. 5ാമത്തെ ഇരയുടെ വേട്ട കഴിഞ്ഞു. ബാക്കിയുള്ളത് ആലുവയിലെ പണി തീരാത്ത ഫ്ലാറ്റ് സമുച്ചയത്തിലെ കണലുകളിൽ തിരയുക. ദ ആർക്കിടെക്റ്റ്. ആൽബിൻ ഞെട്ടിപ്പോയി. അയാൾ ഒട്ടും സമയം കളയാതെ തൻ്റെ ടീമിനെയും കൂട്ടി ആ കനത്ത മഴയത്ത് ആലുവയിലെ ആ വിജനമായ സ്ഥലത്തേക്ക് കുതിച്ചു. അവിടെ എത്തുമ്പോൾ ആംബുലൻസ് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ബേസ്മെൻറ്റിൽ അപ്പോഴും പൂർണ്ണമായി കത്തിത്തീരാത്ത ആ മരപ്പെട്ടിയുടെ അവശിഷ്ടങ്ങളും പുകയുന്ന കനലുകളും ഉണ്ടായിരുന്നു. കനലുകൾക്കിടയിൽ നിന്നും ആൽബിന് ഡോക്ടർ മാത്യു ചെറിയാൻ്റെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ റോളക്സ് വാച്ചിൻ്റെ പകുതി ഉരുകിയ ഭാഗം ലഭിച്ചു. കൊലയാളി തങ്ങളെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വെല്ലുവിളിക്കുകയാണെന്ന് ആൽബിന് മനസ്സിലായി. ദ ആർക്കിടെക്റ്റ് എന്ന ആ മാസ്റ്റർ മൈൻഡിനെ തേടിയുള്ള ആൽബിൻ ആന്റണിയുടെ ദീർഘമായ അന്വേഷണത്തിന് അവിടെ തുടങ്ങുകയായിരുന്നു. പോലീസ് ജീപ്പ് ആലുവയിലെ വിജനമായ ആ ഫ്ലാറ്റ് സമുച്ചയത്തിനു മുന്നിലേക്ക് ഇരച്ചു കയറി ബ്രേക്കിട്ടു. കനത്ത മഴയത്തും ബേസ്മെൻറ്റിൽ നിന്നും ഉയർന്ന പുകപടലങ്ങൾ ആൽബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടോർച്ചും കയ്യിലെടുത്ത് റിവോൾവർ ഓൺ ചെയ്ത് ആൽബിനും സംഘവും താഴേക്കോടി. ബേസ്മെൻറ്റിലെ ഇരുട്ടിലേക്ക് ടോർച്ച് വെളിച്ചം വീണപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മരപ്പെട്ടിക്കുള്ളിൽ എന്തോ ഒന്ന് അപ്പോഴും ചെറിയ കനലുകളോടെ കത്തിയെരിയുന്നുണ്ടായിരുന്നു. കടുത്ത കെമിക്കലിൻ്റെയും കരിഞ്ഞ മാംസത്തിൻ്റെയും ഗന്ധം ആ മുറിയാകെ ശ്വാസം മുട്ടിച്ചു. സർ, ഇത്... സബ് ഇൻസ്പെക്ടർ അനീഷ് മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ആൽബിൻ പതറിയില്ല. അയാൾ പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് കനലുകൾ മാറ്റി നോക്കിയ അയാൾക്ക് പാതി കരിഞ്ഞ നിലയിൽ ഒരു മനുഷ്യ ശരീരം കാണാൻ കഴിഞ്ഞു. മുഖവും ശരീരത്തിൻ്റെ ഭൂരിഭാഗവും തിരിച്ചറിയാൻ പറ്റാത്ത വിധം രാസലായനിയിൽ ഉരുകിപ്പോയിരുന്നു. എന്നാൽ കരിഞ്ഞു പോകാത്ത ഇടതു കൈയിലെ വിരലിൽ തിളങ്ങി നിന്ന ആ പവിഴ മോതിരം ആൽബിൻ്റെ കണ്ണിലുടക്കി. അനീഷ്, ഉടനെ ഫോറൻസിക് ടീമിനെ വിളിക്ക്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ മാത്യു ചെറിയാൻ്റെ ഡെൻ്റൽ റെക്കോർഡുകളും വിരലടയാളവും സംഘടിപ്പിക്കണം. ഇത് അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആൽബിൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും ദൃഢതയും നിറഞ്ഞു നിന്നു. അടുത്ത ദിവസം രാവിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ്.
ഫോറൻസിക് റിപ്പോർട്ട് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ഡോക്ടർ ശരത്ത് പറഞ്ഞു. ആൽബിൻ, കൊലപാതകി വളരെ പ്രൊഫഷണലാണ്. ബോഡി പൂർണ്ണമായും നശിപ്പിക്കാൻ പിരാന സൊല്യൂഷൻ എന്ന മാരകമായ കെമിക്കൽ മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. DNA സാമ്പിൾ പോലും കിട്ടാൻ പാടാണ്. പക്ഷേ നീ പറഞ്ഞ ആ മോതിരവും പല്ലുകളുടെ ഘടനയും വെച്ച് മരിച്ചത് ഡോക്ടർ മാത്യു ചെറിയാൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. മരണകാരണം? ആൽബിൻ ചോദിച്ചു. അതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം. അയാൾ മരിച്ചത് പൊള്ളലേറ്റല്ല. ബോഡി കത്തിക്കുന്നതിനു തൊട്ടു മുമ്പ് അയാളുടെ കഴുത്തിന് പിന്നിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിഷം കുത്തിവെച്ചിട്ടുണ്ട്. ആ വിഷം ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ നിമിഷങ്ങൾക്കകം തളർത്തും. ഇരയ്ക്ക് ഒച്ച വയ്ക്കാനോ അനങ്ങാനോ കഴിയില്ല. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അയാളുടെ മേൽ കെമിക്കൽ ഒഴിച്ചത്. ആൽബിൻ്റെ താടിയെല്ലുകൾ വലിഞ്ഞു മുറുകി. ക്രൂരതയുടെ അങ്ങേയറ്റമാണിത്. കാണാതായ മറ്റു 4 പേർക്കും ഇതേ ഗതി തന്നെയാണോ ഉണ്ടായത്? അന്ന് വൈകുന്നേരം ആൽബിൻ തൻ്റെ ക്യാബിനിലിരുന്ന് കേസ് ഡയറി പരിശോധിക്കുകയായിരുന്നു. കാണാതായ 5 പേരുടെ ലിസ്റ്റ് അയാൾ വീണ്ടും നോക്കി. 1 പ്രമുഖ ബിസിനസ്സുകാരൻ, 2 ഒരു റിട്ടയർഡ് ജഡ്ജി, 3 ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ, 4 ഒരു മുൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, 5 ഇപ്പോൾ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്യു ചെറിയാൻ. തുടക്കത്തിൽ ഇതിൽ യാതൊരു ബന്ധവും ആൽബിന് തോന്നിയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അയാളുടെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. അതേ അജ്ഞാത നമ്പറിൽ നിന്നുമുള്ള സന്ദേശമായിരുന്നു അത്. ആൽബിൻ വേഗം മെസ്സേജ് തുറന്നു. ആദ്യത്തെ 5 പേർക്കുള്ള ശിക്ഷ കഴിഞ്ഞു മിസ്റ്റർ ആൽബിൻ. ഇനി കളി തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ കോർട്ടിലാണ്. അടുത്ത ഇര ആരാണെന്നറിയണോ? 10 വർഷം മുമ്പ് മുക്കിവെച്ച ആ മെഡിക്കൽ ഫയൽ ഒന്ന് പൊടുതട്ടിയെടുക്കൂ. ആൽബിൻ ഞെട്ടിപ്പോയി. 10 വർഷം മുമ്പുള്ള മെഡിക്കൽ ഫയലോ? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? 10 വർഷം മുമ്പുള്ള മെഡിക്കൽ ഫയൽ. ആൽബിൻ ആ വാചകം വീണ്ടും വീണ്ടും വായിച്ചു. അജ്ഞാതനായ ആ കൊലപാതകി വെറുമൊരു കളിയല്ല കളിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ, വ്യക്തമായ പ്രതികാരത്തോടെയാണ് അയാൾ നീങ്ങുന്നത്. ആൽബിൻ ഒട്ടും സമയം കളയാതെ സിറ്റി പോലീസിൻ്റെ ആർക്കൈവ്സ് റൂമിലേക്ക് നടന്നു. പൊടി പിടിച്ച റാക്കുകൾക്കിടയിലൂടെ അയാൾ 10 വർഷം മുമ്പുള്ള, അതായത് 2016 കേസുകളുടെ ഫയലുകൾ തിരയാൻ തുടങ്ങി. കൊല്ലപ്പെട്ട 5 പേരുടെയും പേരുകൾ 2016 ഏതെങ്കിലും കേസ് ഡയറിയിലുണ്ടോ എന്നായിരുന്നു അയാളുടെ പരിശോധന. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പുലർച്ചെ 4 മണിയോടെ ആൽബിൻ്റെ കൈകൾ ഒരു ചുവന്ന ഫയലിൽ ചെന്നു നിന്നു. കേസ് നമ്പർ 114/2016, ദീപക് നാരായണൻ ആത്മഹത്യാ കേസ്. ഫയൽ തുറന്ന് പേജുകൾ മറിച്ച ആൽബിൻ്റെ കണ്ണുകൾ വികസിച്ചു. 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിലെ മിടുക്കനായ ഒരു ഹൃദ്രോഗ ഗവേഷകനായിരുന്നു ദീപക് നാരായണൻ. ഒരു പുതിയ ജീവൻ രക്ഷാ മരുന്നിൻ്റെ പരീക്ഷണത്തിലായിരുന്നു അയാൾ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ദീപക് തൻ്റെ ലാബിൽ വെച്ച് അമിതമായ മയക്കുമരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. അന്ന് ആ കേസ് അന്വേഷിച്ചത് റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ്റെയും മുൻ മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും സമ്മർദ്ദത്തിലാണ്. കേസ് ഒതുക്കി തീർത്തത് അന്നത്തെ റിട്ടയർഡ് ജഡ്ജിയും. ദീപക് മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയത് മറ്റാരുമല്ല, ഡോക്ടർ മാത്യു ചെറിയാൻ. ആ മരുന്നിൻ്റെ ഫോർമുല പിന്നീട് സ്വന്തമാക്കിയത് അന്ന് കാണാതായ ആ പ്രമുഖ ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു, ആൽബിൻ സ്വയം പറഞ്ഞു. കാണാതായ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട 5 പേരും ദീപക് നാരായണൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരാണ്. അങ്ങനെയെങ്കിൽ പ്രതികാരം ചെയ്യുന്നത് ദീപകിൻ്റെ ആത്മാവല്ല, അയാളോട് അടുത്തു നിൽക്കുന്ന മറ്റാരോ ആണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ആൽബിൻ ദീപക് നാരായണൻ്റെ പഴയ വീട് തേടിപ്പിടിച്ച് യാത്രയായി. തൃശ്ശൂരിലെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ആ വീട്. കാടുപിടിച്ചു കിടക്കുന്ന ആ പറമ്പിലെ പഴയ തറവാട്ട് വീടിൻ്റെ ഉമ്മറത്ത് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ദീപകിൻ്റെ അച്ഛൻ നാരായണൻ നായർ. ആൽബിൻ തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു. അപ്പൂപ്പ, ഞാൻ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് ഓഫീസറാണ്. ദീപകിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാ.
ദീപക്കിൻ്റെ പേര് കേട്ടതും ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോൻ ചത്തതല്ല സാറേ, അവന്മാരൊക്കെ കൂടി കൊന്നതാ, അവൻ്റെ ഗവേഷണം മോഷ്ടിക്കാൻ വേണ്ടി. ദീപക്കിന് കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ആൽബിൻ പ്രധാന ചോദ്യത്തിലേക്ക് കടന്നു. അവന് ഒരു അനിയൻ ഉണ്ടായിരുന്നു, ദേവൻ. ദീപക്കിൻ്റെ മരണം കണ്ട് മാനസികമായി തകർന്ന അവൻ 10 വർഷം മുമ്പ് നാടുവിട്ടു പോയതാ. പിന്നെ ഇന്നേ വരെ ഈ പടി കയറിയിട്ടില്ല. അവൻ്റെ ഒരു ഫോട്ടോ തരാൻ പറ്റുമോ? ആൽബിൻ ചോദിച്ചു. വൃദ്ധൻ അകത്ത് കയറിപ്പോയി ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ആൽബിൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. തീക്ഷ്ണമായ കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ 10 വർഷം കൊണ്ട് അയാളുടെ രൂപം പൂർണ്ണമായും മാറാം. പെട്ടെന്ന് ആൽബിൻ്റെ ഫോണിലേക്ക് കമ്മീഷണറുടെ വിളി വന്നു. കമ്മീഷണറുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ആൽബിൻ, എവിടെയാ നീ? ഉടനെ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വാ. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. നീ തിരയുന്ന ദി ആർക്കിടെക്റ്റ് അടുത്ത പണി തന്നിട്ടുണ്ട്. ആൽബിൻ ജീപ്പ് പരമാവധി വേഗതയിൽ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് മുന്നിലേക്ക് ഓടിച്ചു നിർത്തി. ഹോസ്പിറ്റൽ പരിസരമാകെ കനത്ത പോലീസ് കാവലിലായിരുന്നു. മാധ്യമപ്രവർത്തകരും ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആൽബിൻ ICU സ്ഥിതി ചെയ്യുന്ന 3-ാം നിലയിലേക്ക് ഓടിക്കയറി. അവിടെ കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗ് കനത്ത ഭാവത്തിൽ നിൽപ്പുണ്ടായിരുന്നു. എന്താണ് സാർ സംഭവിച്ചത്? ആൽബിൻ ചോദിച്ചു. നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ കളിക്കുന്നത് ആൽബിൻ. സിറ്റിയിലെ ഏറ്റവും പ്രശസ്തനായ ന്യൂറോ സർജൻ ഡോക്ടർ ശിവദാസ് 10 മിനിറ്റ് മുമ്പ് അയാളുടെ ക്യാബിനിൽ ബോധരഹിതനായി വീണു. പരിശോധിച്ചപ്പോൾ കഴുത്തിന് പിന്നിൽ ആരോ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വിഷം കുത്തിവെച്ചിരിക്കുന്നു. ഡോക്ടർ മാത്യു ചെറിയാൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയ അതേ വിഷം. അയാൾ ജീവനോടെയുണ്ടോ സാർ? ഉണ്ട്, ഭാഗ്യത്തിന് വെന്റിലേറ്ററിലാണ്. പക്ഷേ തലച്ചോറിലേക്കുള്ള നാഡികൾ തളർന്നുപോയി. രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചു. PPE കിറ്റ് ധരിച്ച ഒരാൾ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിപ്പോകുന്നത് കാണാം. പുറത്തു വരുമ്പോൾ അയാൾ ആ കിറ്റ് അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചു, കമ്മീഷണർ പറഞ്ഞു. ആൽബിൻ ഉടനെ തന്നെ CCTV കൺട്രോൾ റൂമിലേക്ക് നടന്നു. ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ PPE കിറ്റ് ഊരിമാറ്റിയ കൊലപാതകി ഒരു സാധാരണ ഡോക്ടറുടെ കോട്ടാണ് അതിനുള്ളിൽ ധരിച്ചിരുന്നതെന്ന് മനസ്സിലായി. അയാൾ തലയിൽ ഒരു സർജിക്കൽ തൊപ്പിയും മുഖത്ത് മാസ്കും ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. പക്ഷേ അയാളുടെ ഇടതുകൈയിലെ ഒരു ചെറിയ അടയാളം ആൽബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പാമ്പിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ടാറ്റു. ആൽബിൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ദീപക് നാരായണൻ്റെ അനിയനായ ദേവൻ്റെ പഴയ ഫോട്ടോ എടുത്തു നോക്കി. ആ പഴയ ഫോട്ടോയിൽ ടാറ്റു ഒന്നും ഉണ്ടായിരുന്നില്ല. 10 വർഷത്തിനിടയിൽ ദേവൻ ഒരു പ്രൊഫഷണൽ കൊലപാതകിയായി മാറിയതാണോ? അതോ ഇതിനു പിന്നിൽ മറ്റാരെങ്കിലുമാണോ? പെട്ടെന്ന് ആൽബിന് ഒരു കാര്യം ഓർമ്മ വന്നു. ഡോക്ടർ ശിവദാസ്. അയാൾക്ക് 10 വർഷം മുമ്പുള്ള ദീപക് നാരായണൻ്റെ കേസുമായി എന്താണ് ബന്ധം? ആൽബിൻ തൻ്റെ ഫോൺ എടുത്ത് ദീപക്കിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചു. അതിൽ ഒപ്പിട്ടിരിക്കുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ ശിവദാസ് ആയിരുന്നു. ദീപക് നാരായണൻ്റേത് ആത്മഹത്യയാണെന്ന് വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചമച്ചത് ഈ ശിവദാസ് ആയിരുന്നു. അപ്പോൾ പ്രതികാരം ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് ഇനിയും തീർന്നിട്ടില്ല, ആൽബിൻ സ്വയം പറഞ്ഞു. അപ്പോഴാണ് ആൽബിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു വീഡിയോ കോൾ വരുന്നത്. ആൽബിൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിൽ ഇരുണ്ട ഒരു മുറി. അവിടെ ഒരു കസേരയിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഒരാൾ ഇരിക്കുന്നു. വായ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആ മനുഷ്യനെ ആൽബിന് പെട്ടെന്ന് മനസ്സിലായി. സിറ്റിയിലെ പ്രമുഖ ഡ്രഗ് ഇൻസ്പെക്ടറായ ഹരിശങ്കർ. 10 വർഷം മുമ്പ് ദീപക്കിൻ്റെ ലാബിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തു എന്ന് കള്ള മഹസർ ഉണ്ടാക്കിയത് ഇയാളായിരുന്നു. ക്യാമറ പതുക്കെ തിരിഞ്ഞു. മുഖം മറച്ച കറുത്ത ജാക്കറ്റ് ധരിച്ച ഒരാൾ സ്ക്രീനിലേക്ക് വന്നു. അയാളുടെ ഇടതുകൈയിൽ ആ പാമ്പിൻ്റെ ടാറ്റു വ്യക്തമായിരുന്നു. അയാൾ തൻ്റെ കയ്യിലിരുന്ന സിറിഞ്ച് ഹരിശങ്കറിൻ്റെ കഴുത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് ആൽബിനോട് പറഞ്ഞു. സമയം കൃത്യം 30 മിനിറ്റ്. മിസ്റ്റർ ആൽബിൻ, നിങ്ങൾ എന്നേക്കാൾ വേഗത്തിൽ ഓടിയാൽ ഇയാളുടെ ജീവൻ രക്ഷിക്കാം. ലൊക്കേഷൻ ഞാൻ അയക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. കളി തുടരട്ടെ. വീഡിയോ കട്ടായി.
ഫോൺ സ്ക്രീൻ ഇരുണ്ടതോടെ ആൽബിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സമയം കൃത്യം 30 മിനിറ്റ്. ഹരിശങ്കറിൻ്റെ ജീവൻ അപകടത്തിലാണ്. കൊലപാതകി ലൊക്കേഷൻ തന്നിട്ടില്ല. പകരം തൻ്റെ ബുദ്ധിയെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അനീഷ്, ആ വീഡിയോയുടെ പശ്ചാത്തലം ശ്രദ്ധിച്ചോ? ആൽബിൻ ഉറക്കെ ചോദിച്ചു. അനീഷ് വീഡിയോ വീണ്ടും പ്ലേ ചെയ്തു നോക്കി. സാർ, ഒരു ഇരുണ്ട മുറി. പിന്നിൽ ജനലുകളില്ല. വലിയ ഇരുമ്പ് പൈപ്പുകൾ കാണാം. അതൊരു വാട്ടർ ടാങ്കിൻ്റെയോ ഫാക്ടറിയുടെ അടുത്തട്ടാണെന്ന് തോന്നുന്നു. അത്രമാത്രമല്ല. ആൽബിൻ കണ്ണുകൾ അടച്ചാലോചിച്ചു. വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാമായിരുന്നു. തുടർച്ചയായ ഒരു വലിയ ഹോൺ മുഴക്കം. അത് കപ്പലുകളുടെ ഹോണാണ്. കൊച്ചി തുറമുഖത്തിൻ്റെയോ ഷിപ്പ്യാർഡിൻ്റെയോ അടുത്തുള്ള ഏതോ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണത്. കൊച്ചി പോർട്ടിനടുത്തുള്ള പഴയ ഗോഡൗണുകളും ഫാക്ടറികളും ആൽബിൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. 10 വർഷം മുമ്പ് ദീപക് നാരായണൻ്റെ ലാബിലേക്ക് കെമിക്കലുകൾ എത്തിച്ചിരുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഒരു പഴയ ഗോഡൗൺ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഉണ്ടായിരുന്നു. വില്ലിംഗ്ടൺ ഐലൻഡ്. വണ്ടിയെടുക്കുക അനീഷ്. ആൽബിൻ ജീപ്പിലേക്ക് പാഞ്ഞു കയറി. സമയം പായുകയായിരുന്നു. 20 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. ആൽബിൻ്റെ ജീപ്പ് ഐലൻഡിലെ വിജനമായ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞു. കനത്ത മഴ കാരണം റോഡ് ശരിക്ക് കാണാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കാടു പിടിച്ചു കിടക്കുന്ന ആ പഴയ ഗോഡൗണിന് മുന്നിൽ ജീപ്പ് സഡൻ ബ്രേക്കിട്ട് നിന്നു. സമയം ഇനി വെറും 7 മിനിറ്റ് മാത്രം. ആൽബിനും അനീഷും തോക്കുകളേന്തി ഗോഡൗണിൻ്റെ തകർന്ന വാതിൽ തള്ളിത്തുറന്ന് അകത്ത് കയറി. ഉള്ളിൽ ഭയാനകമായ നിശബ്ദതയായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ദൂരെ ഒരു മുറിയിൽ നിന്നും ചെറിയൊരു വെളിച്ചം കണ്ടു. അവർ ആ മുറിയിലേക്ക് ഇരച്ചു കയറി. അവിടെ കസേരയിൽ തലചരിച്ച് കണ്ണുകൾ തുറിച്ച നിലയിൽ ഹരിശങ്കർ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കഴുത്തിൽ ഒരു സിറിഞ്ച് തറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. ഹരിശങ്കർ സർ. ആൽബിൻ ഓടിച്ചെന്ന് അയാളുടെ നാഡിമിടിപ്പ് പരിശോധിച്ചു. വളരെ ദയനീയമായി അത് നിലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹരിശങ്കർ തൻ്റെ പാതി അടഞ്ഞ കണ്ണുകൾ പതുക്കെ തുറന്നു. വായയിലെ പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ അയാൾ രക്തം തുപ്പിക്കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ആൽബിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. അവൻ ദേവനല്ല, ഹരിശങ്കർ ചുമച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ആരാണത്? വേഗം പറയൂ സർ. ആൽബിൻ അയാളെ താങ്ങിപ്പിടിച്ചു. അവനാ ആർക്കിടെക്റ്റ് ദീപകിൻ്റെ. ഹരിശങ്കറിന് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ശരീരം പൂർണ്ണമായും തളർന്നു. തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഹരിശങ്കർ മരിച്ചിരിക്കുന്നു. ആൽബിൻ പരാജയഭാരത്തോടെ എഴുന്നേറ്റു. കൊലപാതകി വീണ്ടും ജയിച്ചിരിക്കുന്നു. എന്നാൽ ഹരിശങ്കർ മരിക്കുന്നതിനു തൊട്ടു മുമ്പ് പറഞ്ഞ ആ വാക്കുകൾ ആൽബിൻ്റെ മനസ്സിൽ കൊളുത്തി വലിച്ചു. അവൻ ദേവനല്ല. അങ്ങനെയെങ്കിൽ ആരാണ് ആ പാമ്പിൻ്റെ ടാറ്റുവുള്ള കൊലപാതകി? ദീപകിൻ്റെ ആരാണ് അവൻ? പെട്ടെന്ന് ഗോഡൗണിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. ആരോ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ആൽബിൻ തൻ്റെ റിവോൾവർ നേരെ പിടിച്ച് മുകളിലത്തെ നിലയിലേക്കുള്ള ഇരുമ്പ് കോവണികൾ കയറാൻ തുടങ്ങി. മുകളിൽ കനത്ത ഇരുട്ടായിരുന്നു. പെട്ടെന്ന് ഒരു നിഴൽ ആൽബിൻ്റെ മുന്നിലൂടെ ഓടിമറിഞ്ഞു. പോലീസാണ്, അവിടെ നിൽക്ക്. ആൽബിൻ ആ നിഴലിന് പിന്നാലെ പാഞ്ഞു. കനത്ത ഇരുട്ടിൽ ആൽബിൻ അയാളുടെ ജാക്കറ്റിൽ പിടിമുറുക്കി. എന്നാൽ കൊലപാതകി പെട്ടെന്ന് തിരിഞ്ഞ് ആൽബിൻ്റെ വയറ്റിൽ ശക്തമായി ചവിട്ടി. ആൽബിൻ തെറിച്ചു വീണു. അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് കൊലപാതകി ഗോഡൗണിൻ്റെ തകർന്ന ജനലിലൂടെ താഴേക്ക് ചാടി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ആൽബിൻ ഓടിച്ചെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ കൊലപാതകി തൻ്റെ മുഖത്തെ മാസ്ക് പതുക്കെ ഊരിമാറ്റി മുകളിലേക്ക് നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ആ മുഖം കണ്ട ആൽബിൻ സ്തബ്ധനായിപ്പോയി. കാരണം ആ മുഖം മറ്റാരുടേതുമായിരുന്നില്ല. തൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രധാന വ്യക്തിയുടേതായിരുന്നു അത്. മഴയുടെ ശബ്ദത്തെ പോലും നിഷ്ഭ്രമമാക്കിക്കൊണ്ട് ആൽബിൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. വിശ്വസിക്കാൻ കഴിയാത്ത വിധം അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. താഴെ ബൈക്കിലിരുന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് മാസ്ക് മാറ്റിയ ആ മുഖം ഫോറൻസിക് സർജൻ ഡോക്ടർ ശരത്തിൻ്റേതായിരുന്നു. തനിക്കൊപ്പം കേസ് അന്വേഷിക്കാൻ നിന്ന കൊല്ലപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ ഓരോന്നായി എഴുതിയ സ്വന്തം സുഹൃത്ത്. ഡോക്ടർ ശരത്ത് പതുക്കെ മാസ്ക് വീണ്ടും ധരിച്ച് കനത്ത ഇരുട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോയി.
സർ, എന്താ പറ്റിയത്? അവനെ കിട്ടിയോ? താഴെ നിന്നും ഓടിക്കയറി വന്ന അനീഷ് ചോദിച്ചു. ആൽബിൻ ഒന്നും മിണ്ടിയില്ല. അയാൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. ഉള്ളിലിരുന്ന് ചോര കുടിക്കുന്ന ഒരു അട്ടയെപ്പോലെയായിരുന്നു ശരത് ഇത്രയും നാൾ കൂടെയുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പോലീസിന്റെ ഓരോ നീക്കവും കൊലപാതകി മുൻകൂട്ടി അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ശിവദാസിനെ കുത്തിവെച്ച ശേഷം PPE കിറ്റ് ഊരിയെറിഞ്ഞ് ഡോക്ടറുടെ കോട്ടുമിട്ട് ആർക്കും സംശയം തോന്നാതെ പുറത്തിറങ്ങിപ്പോകാൻ ശരത്തിന് വളരെ എളുപ്പമായിരുന്നു. അനീഷ്, വേഗം വണ്ടിയെടുക്ക്. നമുക്ക് സിറ്റി കൺട്രോൾ റൂമിലേക്ക് പോകണം. ആരോടും ഒന്നും പറയരുത്. ഇത് അതീവ രഹസ്യമാണ്. ആൽബിൻ തൻ്റെ ഞെട്ടൽ പുറത്തു കാണിക്കാതെ പറഞ്ഞു. അർദ്ധരാത്രി 2 മണി. സിറ്റി പോലീസ് കൺട്രോൾ റൂം. ആൽബിൻ രഹസ്യമായി ഡോക്ടർ ശരത്തിൻ്റെ ഔദ്യോഗിക വിവരങ്ങളും പശ്ചാത്തലവും പരിശോധിക്കാൻ സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടു. ഫയലുകൾ ഓരോന്നായി സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. സർ, ഡോക്ടർ ശരത്ത് കഴിഞ്ഞ 5 വർഷമായിട്ടാണ് കൊച്ചി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അയാൾ UK-യിലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ തിരിമറിയുണ്ട്, സൈബർ സെൽ ഓഫീസർ പറഞ്ഞു. എന്ത് തിരിമറി? ആൽബിൻ ചോദിച്ചു. ശരത്ത് എന്ന പേരിൽ UK-യിൽ പഠിച്ച യഥാർത്ഥ ഡോക്ടർ 5 വർഷം മുമ്പ് അവിടെ വെച്ച് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ട്. ആ മരണത്തിന് ശേഷം അയാളുടെ സർട്ടിഫിക്കറ്റുകളും ഐഡൻറ്റിറ്റിയും വ്യാജമായി നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് വന്നതാണ് ഈ കാണുന്നയാൾ. ഇയാളുടെ യഥാർത്ഥ പേര് ശരത്ത് എന്നല്ല. ആൽബിൻ കസേരയിലേക്ക് ചാരിയിരുന്നു. ഹരിശങ്കർ മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ കൃത്യമായി ഒത്തുപോകുന്നു. അവൻ ദേവനല്ല, അവൻ ആർക്കിടെക്റ്റ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ വ്യാജ ശരത്ത്? 10 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ദീപക് നാരായണനുമായി ഇയാൾക്ക് എന്താണ് ബന്ധം? പെട്ടെന്ന് ആൽബിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അത് ശരത്തിൻ്റെ നമ്പറിൽ നിന്നായിരുന്നില്ല, ഒരു ഇൻ്റർനെറ്റ് IP വിലാസത്തിൽ വന്നതായിരുന്നു. എൻ്റെ മുഖംമൂടി നീ അഴിച്ചു അല്ലേ ആൽബിൻ? സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ നീ ഇപ്പോഴും കളിയിൽ വളരെ പിന്നിലാണ്. അടുത്തത് ഈ ലിസ്റ്റിലെ ഏറ്റവും വലിയ തലച്ചോറാണ്. കളി അവസാനിപ്പിക്കാൻ സമയമായി. രാവിലെ 10 മണിക്ക് ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ച് കളി തീരും. തടുക്കാൻ നോക്കൂ മിസ്റ്റർ ഡെപ്യൂട്ടി കമ്മീഷണർ. ആൽബിൻ ഒരു നിമിഷം ആലോചിച്ചു. ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചോ? അടുത്ത ഇര ആരാണ്? 10 വർഷം മുമ്പ് ദീപക് നാരായണൻ്റെ കേസ് അട്ടിമറിച്ചവരിൽ ഇനി ബാക്കിയുള്ളത് ഒരേ ഒരു പ്രധാന വ്യക്തി മാത്രമാണ്. അന്നത്തെ കേസ് ഒതുക്കാൻ മാഫിയകളിൽ നിന്നും പണം വാങ്ങി സഹായിച്ച, ഇപ്പോൾ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രശസ്തനായ സീനിയർ അഡ്വക്കേറ്റ് മാധവ മേനോൻ. അനീഷ്, നാളെ രാവിലെ ഹൈക്കോടതി പരിസരമാകെ സിവിൽ ഡ്രസ്സിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണം. മാധവ മേനോൻ്റെ സുരക്ഷ ഇരട്ടിയാക്കണം. ശരത്ത് നാളെ അവിടെ എത്തും. അവനെ നമുക്ക് ജീവനോടെ പിടിക്കണം. ആൽബിൻ ഉത്തരവിട്ടു. പകൽ വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന കൊച്ചി നഗരം. പക്ഷേ ആൽബിൻ്റെ മനസ്സിൽ വരാനിരിക്കുന്ന വലിയൊരു ചോരപ്പുഴയുടെ ഭീതിയായിരുന്നു. രാവിലെ 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ഹൈക്കോടതി പരിസരം കനത്ത പോലീസ് വലയത്തിലായി. കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആൽബിനും സംഘവും സിവിൽ വേഷത്തിൽ കോടതി വളപ്പിൽ നിലയുറപ്പിച്ചു. വക്കീൽമാരുടെയും കക്ഷികളുടെയും തിരക്കിനിടയിലൂടെ ആൽബിൻ്റെ കണ്ണുകൾ ഓരോ മുഖങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അഡ്വക്കേറ്റ് മാധവ മേനോൻ്റെ കറുത്ത ലക്ഷറി കാർ കോടതിയുടെ മെയിൻ ഗേറ്റ് കടന്ന് പോർച്ചിലേക്ക് വന്നു നിന്നു. സായുധരായ 2 ഗൺമാന്മാർക്കൊപ്പം മാധവ മേനോൻ കാറിൽ നിന്നിറങ്ങി. പ്രായത്തിൻ്റെ അസ്കിതകളുണ്ടെങ്കിലും അയാളുടെ മുഖത്തെ ഗാംഭീര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് ദീപകിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിയമത്തിൻ്റെ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയ അതേ മാധവ മേനോൻ. ആൽബിൻ വേഗം മേനോൻ്റെ അടുത്തേക്ക് നടന്നു. സർ, ഞാൻ DCP ആൽബിൻ ആൻ്റണി. താങ്കളുടെ ജീവന് വലിയൊരു ഭീഷണിയുണ്ട്. ദയവായി ഇന്ന് കോടതിയിൽ കയറാതെ ഞങ്ങളോടൊപ്പം വരണം. മേനോൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. മിസ്റ്റർ ആൽബിൻ, ഈ മാധവ് മേനോൻ വിചാരിച്ചാൽ ഇവിടെ ജഡ്ജിമാർ വരെ മാറി നിൽക്കും. എന്നെ ഭയപ്പെടുത്താൻ കൊച്ചിയിൽ ഒരു കൊലപാതകിയും വളർന്നിട്ടില്ല. എനിക്ക് എൻ്റെ കേസ് പ്രൊസീഡിങ്സ് ഉണ്ട്. പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് അയാൾ കോർട്ട് ഹാളിലേക്ക് നടന്നു. സമയം കൃത്യം 10 മണി. കോടതിയുടെ 1-ാം നമ്പർ ഹാളിൽ വാദം തുടങ്ങി. മാധവ മേനോൻ ഡയസിന് മുന്നിൽ നിൽക്കുകയാണ്.
ആൽബിൻ ഹാളിൻ്റെ പിന്നിലെ വാതിലിനടുത്ത് അതീവ ജാഗ്രതയോടെ നിന്നു. കോടതിക്കുള്ളിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും കൈകളിലേക്ക് അയാൾ നോക്കി. ആ പാമ്പിൻ്റെ ടാറ്റൂ ഉള്ള കൈകൾ എവിടെയെങ്കിലും കാണാമോ എന്ന്. പെട്ടെന്ന് മേനോൻ്റെ ജൂനിയർ വക്കീൽ ഒരു വലിയ ഫയലുമായി മേനോൻ്റെ അടുത്തേക്ക് വന്നു. ഫയൽ മേനോൻ്റെ കൈയിലേക്ക് കൊടുക്കുന്നതിനിടയിൽ ജൂനിയറിൻ്റെ കൈയിലെ വാച്ച് പതുക്കെ നീങ്ങി. ആൽബിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് വികസിച്ചു. അയാളുടെ ഇടതു കൈത്തണ്ടയിൽ ആ പാമ്പിൻ്റെ ടാറ്റൂ ഉണ്ടായിരുന്നു. മേനോൻ സർ, മാറൂ! ആൽബിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. പക്ഷേ വൈകിപ്പോയിരുന്നു. ആ ജൂനിയർ വക്കീലിൻ്റെ കോട്ടിനുള്ളിൽ നിന്നും ഡോക്ടർ ശരത്തിൻ്റെ വികൃതമായ ചിരിയോടെയുള്ള മുഖം പുറത്തു വന്നു. അയാൾ തൻ്റെ കയ്യിലിരുന്ന പേനയുടെ രൂപത്തിലുള്ള ഒരു പ്രത്യേക തോക്ക് മേനോൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടി ട്രിഗർ അമർത്തി. കനത്ത ഒരു ശബ്ദത്തോടെ വെടിയുണ്ട മാധവ് മേനോൻ്റെ നെഞ്ച് തുളച്ചു കയറി. മേനോൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. അവനെ പിടിക്ക്! കോർട്ട് ഹാളിൽ വലിയ ബഹളവും നിലവിളിയും ഉയർന്നു. ശരത്ത് ജനൽ ചില്ലുകൾ തകർത്ത് കോടതിയുടെ പിന്നിലെ വഴിയിലൂടെ പുറത്തേക്ക് ചാടി ഓടി. ആൽബിൻ ഒട്ടും സമയം കളയാതെ അയാൾക്ക് പിന്നാലെ വെച്ചുപിടിച്ചു. കോടതി വളപ്പിലെ ഇടനാഴികളിലൂടെയും ആളൊഴിഞ്ഞ കോമ്പൗണ്ടിലൂടെയും കടുത്ത ഒരു ചേസിംഗ് നടന്നു. ഒടുവിൽ കോടതിയുടെ വശത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ വെച്ച് ആൽബിൻ ശരത്തിനെ വളഞ്ഞു. ശരത്തിൻ്റെ കയ്യിലെ ആയുധം ആൽബിൻ വെടിവെച്ചിട്ടു. ഇനി നിനക്ക് ഓടാൻ വഴിയില്ല ശരത്, കളി കഴിഞ്ഞു. ആൽബിൻ തോക്ക് ശരത്തിന് നേരെ ചൂണ്ടി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. ശരത്ത് കൈകൾ രണ്ടും ഉയർത്തി മുഖത്തെ വക്കീൽ വേഷത്തിൻ്റെ കെട്ടഴിച്ചു മാറ്റി. അയാളുടെ മുഖത്ത് ഭയമായിരുന്നില്ല, പകരം ഒരു ഭ്രാന്തമായ സംതൃപ്തിയായിരുന്നു. കളി കഴിഞ്ഞു ആൽബിൻ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ദീപക്കിനെ കൊന്ന എല്ലാവരെയും ഞാൻ തീർത്തു. ശരത്ത് ഉറക്കെ ചിരിച്ചു. നീ ആരാണ് ശരത്? ഹരിശങ്കർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു നീ ദേവനല്ലെന്ന്. പിന്നെ ആരാണ് നീ? ആൽബിൻ ദേഷ്യത്തോടെ ചോദിച്ചു. ശരത്ത് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പഴയ സർട്ടിഫിക്കറ്റ് പുറത്തെടുത്തു. അതിൽ ദീപക് നാരായണൻ്റെ ഫോട്ടോയ്ക്ക് ഒപ്പം മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ഞാൻ ദേവനല്ല ആൽബിൻ. ഞാൻ ദീപക്കിൻ്റെ സ്വന്തം ഇരട്ട സഹോദരനാണ്, ഡോക്ടർ സിദ്ധാർത്ഥ് നാരായണൻ. UK-യിലായിരുന്ന ഞാൻ ദീപക്കിൻ്റെ മരണവിവരമറിഞ്ഞാണ് നാട്ടിലെത്തിയത്. എൻ്റെ അനിയനെ മയക്കുമരുന്നിന് അടിമയാക്കി കൊന്നതാണെന്ന് ഈ നരഭോജികൾ വരുത്തി തീർത്തപ്പോൾ ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ്. നിയമം ശിക്ഷിക്കാത്ത ഇവന്മാരെ ഞാൻ ഈ കൈകൾ കൊണ്ട് ഇല്ലാതാക്കുമെന്ന്. ആൽബിൻ ഒരു നിമിഷം സ്തബ്ധനായി. പക്ഷേ അടുത്ത നിമിഷം ശരത്തിൻ്റെ ഭാവം മാറി. അയാൾ ടെറസിൻ്റെ അറ്റത്തേക്ക് പതുക്കെ നീങ്ങി. സിദ്ധാർത്ഥ്, വേണ്ട, നിയമത്തിനു മുന്നിൽ നിനക്ക് നീതി കിട്ടും, അവിടെ നിൽക്കൂ. ആൽബിൻ മുന്നോട്ടാഞ്ഞു. ഇല്ല ആൽബിൻ, ഞാൻ വരാൻ പോകുന്നത് നിങ്ങളുടെ ജയിലിലേക്കല്ല, എൻ്റെ അനിയൻ്റെ അടുത്തേക്കാണ്. സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ടെറസിൽ നിന്നും താഴേക്ക് പിന്നോട്ട് ചാടി. സിദ്ധാർത്ഥ്! ആൽബിൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ടെറസിൻ്റെ അറ്റത്തേക്ക് ഓടിയെത്തി താഴേക്ക് നോക്കി. 4-ാം നിലയിൽ നിന്നും താഴേക്ക് പതിച്ച സിദ്ധാർത്ഥിൻ്റെ ശരീരം അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു മെറ്റീരിയൽ ലോറിയുടെ മുകളിലെ മണൽത്തിട്ടയിലേക്കാണ് വീണത്. അത്രയും ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയായിരുന്നിട്ടും മണൽ കാരണം അയാൾക്ക് മാരകമായ പരിക്കേറ്റില്ല. ചോരയൊലിപ്പിക്കുന്ന ശരീരവുമായി സിദ്ധാർത്ഥ് അതിവേഗം എഴുന്നേറ്റ് കോടതിയുടെ പിൻഭാഗത്തെ മതിൽ ചാടിക്കടന്ന് അവിടെ കാത്തുനിന്ന ഒരു കറുത്ത കാറിലേക്ക് ഓടിക്കയറി. കാർ നിമിഷങ്ങൾക്കകം അവിടെ നിന്നും അപ്രത്യക്ഷമായി. ആൽബിൻ പല്ലുകൾ ഞെരിച്ചു. അയാൾ താഴേക്ക് ഓടിയിറങ്ങി അനീഷിനെ വിളിച്ചു. അനീഷ്, സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടു. ഒരു കറുത്ത സെഡാൻ കാറിലാണ് അവൻ പോയത്. സിറ്റിയിലെ എല്ലാ എക്സിറ്റ് പോയിന്റുകളും ഉടനെ ബ്ലോക്ക് ചെയ്യാൻ പറ. അരമണിക്കൂറിനകം കൊച്ചി നഗരമാകെ പോലീസ് വലയത്തിലായി. മാധവ് മേനോൻ്റെ കൊലപാതകവും കൊലപാതകി ഫോറൻസിക് ഡോക്ടർ ശരത്താണെന്ന വാർത്തയും മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസായി പ്രചരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ കടുത്ത സമ്മർദ്ദമായിരുന്നു. ആൽബിൻ, ഇത്രയും സുരക്ഷയുണ്ടായിട്ടും അവൻ നമ്മുടെ കൺമുന്നിൽ വെച്ച് മാധവ് മേനോനെ കൊന്നു, എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു നാണക്കേടാണ്. കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗ് ദേഷ്യത്തോടെ മേശപ്പുറത്തടിച്ചു. സാർ, അവൻ അതീവ ബുദ്ധിമാനാണ്. 10 വർഷമായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് അവൻ പ്ലാൻ ചെയ്തത്. അവനെ സഹായിക്കാൻ പുറത്ത് വേറെയും ആളുകളുണ്ട്.
ആ കാർ ഓടിച്ചത് മറ്റാരോ ആണ്, ആൽബിൻ വിശദീകരിച്ചു. പെട്ടെന്ന് സൈബർ സെല്ലിൽ നിന്നും ഒരു കോൾ വന്നു. സർ, സിദ്ധാർത്ഥ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ട്രാക്ക് ചെയ്തപ്പോൾ ആ കാർ ഇപ്പോൾ വൈറ്റില ഭാഗത്തേക്ക് പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആൽബിൻ ഒട്ടും സമയം കളയാതെ വൈറ്റിലയിലേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ അയാൾ സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ വീണ്ടും ഓർത്തു. ദീപക്കിനെ കൊന്ന എല്ലാവരെയും ഞാൻ തീർത്തു. 5 പേർ കാണാതായി. അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. മാത്യു ചെറിയാൻ, ഹരിശങ്കർ, മാധവ് മേനോൻ. ബാക്കി 2 പേരായ ആ പ്രമുഖ ബിസിനസ്സുകാരനും മുൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയും എവിടെ? സിദ്ധാർത്ഥ് അവരെയും കൊന്നു കാണുമോ? അതോ അവർ മറ്റെവിടെയെങ്കിലും തടവിലാണോ? വൈറ്റിലയിലെ ഒരു വിജനമായ ബൈപ്പാസ് റോഡരികിൽ ആ കറുത്ത കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. കാറിൻ്റെ മുൻസീറ്റിൽ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൽബിൻ കാറിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടയിൽ ഡാഷ്ബോർഡിൽ ഇരുന്ന ഒരു ചെറിയ ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആൽബിൻ അതിലെ പ്ലേ ബട്ടൺ അമർത്തി. സിദ്ധാർത്ഥിൻ്റെ കനത്ത ശബ്ദം അതിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. ആൽബിൻ, നീ വിചാരിക്കുന്നത് കളി കഴിഞ്ഞു എന്നാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. ആ ലിസ്റ്റിലെ ആദ്യത്തെ 2 പേർ, അതായത് ആ ബിസിനസ്സുകാരനും മന്ത്രിയുടെ സെക്രട്ടറിയും, അവർ ഇപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷേ അധിക നേരമില്ല. ഞാൻ തുടക്കമിട്ട ഈ പത്മവ്യൂഹത്തിൻ്റെ അവസാന താക്കോൽ നിന്റെ കയ്യിലാണ്. നീ 10 വർഷം മുമ്പുള്ള ദീപക്കിൻ്റെ കേസ് ഡയറി ഒരിക്കൽ കൂടി നോക്കൂ. അതിൽ ഒരു വലിയ പേര് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ പേര് നീ പുറത്തു കൊണ്ടുവന്നാൽ ബാക്കി 2 പേരുടെ ജീവൻ നിനക്ക് രക്ഷിക്കാം. ഇല്ലെങ്കിൽ... റെക്കോർഡിംഗ് നിലച്ചു. ആൽബിൻ്റെ നെറ്റി ചൊളിഞ്ഞു. കേസ് ഡയറിയിൽ ഒളിച്ചുവെച്ച വലിയ പേരോ? താൻ വായിച്ച ഫയലിൽ ഇനി ആരുടെ പേരാണ് ബാക്കിയുള്ളത്? അപ്പോഴാണ് ആൽബിന് ആ സത്യം മനസ്സിലായത്. ദീപക്കിൻ്റെ മരുന്ന് ഫോർമുല മോഷ്ടിക്കാൻ ബിസിനസ്സുകാരനും മാഫിയകൾക്കും രാഷ്ട്രീയ സംരക്ഷണം നൽകിയ ആ കേസ് പൂർണ്ണമായും ഒതുക്കി തീർക്കാൻ ഉത്തരവിട്ട ആ വലിയ കൈ ആരാണ്? ആ ഫയലിൽ ഒപ്പിട്ട അന്നത്തെ സിറ്റി പോലീസ് മേധാവി. ആൽബിൻ്റെ കൈകൾ വിറച്ചു. കാരണം 10 വർഷം മുമ്പ് ആ കേസ് ക്ലോസ് ചെയ്യാൻ ഉത്തരവിട്ട അന്നത്തെ IG ഇപ്പോഴത്തെ സിറ്റി പോലീസ് കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗ് ആയിരുന്നു. വോയിസ് റെക്കോർഡറിൽ നിന്നുള്ള സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ ആൽബിൻ്റെ കാതുകളിൽ ഇരച്ചു കയറി. ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ അയാൾക്ക് തോന്നി. 10 വർഷം മുമ്പ് ദീപക് നാരായണൻ്റെ കേസ് പൂർണ്ണമായും ഒതുക്കി തീർക്കാൻ അധികാരം ഉപയോഗിച്ച് ഉത്തരവിട്ടത് മറ്റാരുമല്ല, തൻ്റെ തൊട്ടുമുകളിലിരിക്കുന്ന കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗ് ആണ്. സർ, എന്തെങ്കിലും ലീഡ് കിട്ടിയോ? ജീപ്പിനടുത്ത് നിന്നിരുന്ന അനീഷ് ചോദിച്ചു. ആൽബിൻ പെട്ടെന്ന് വോയിസ് റെക്കോർഡർ പോക്കറ്റിലേക്ക് മാറ്റി മുഖത്തെ ഭാവം മറച്ചുവെച്ചു. ഇല്ല അനീഷ്, കാർ ഇവിടെ ഉപേക്ഷിച്ച് അവൻ കടന്നു കളഞ്ഞു. നീ ബാക്കി ഫോർമാലിറ്റീസ് നോക്ക്. ഞാൻ കമ്മീഷണർ ഓഫീസിലേക്ക് അടിയന്തരമായി ഒന്ന് പോകണം. ആൽബിൻ തൻ്റെ ജീപ്പെടുത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് തിരിച്ചു. വഴിയിലുടനീളം അയാളുടെ മനസ്സിൽ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. തൻ്റെ കൺമുന്നിൽ നീതിമാനായി അഭിനയിച്ചു നിന്ന കമ്മീഷണറാണ് ഈ കളിയിലെ യഥാർത്ഥ സൂത്രധാരൻ. സിദ്ധാർത്ഥിൻ്റെ പ്രതികാര പട്ടികയിലെ അവസാനത്തെയും ഏറ്റവും വലിയതുമായ ഇര വിക്രം പ്രതാപ് സിംഗ് തന്നെയാണ്. കമ്മീഷണറുടെ ക്യാബിനിലേക്ക് ആൽബിൻ കടന്നു ചെല്ലുമ്പോൾ വിക്രം പ്രതാപ് സിംഗ് ഏതോ ഫോൺ കോളിലായിരുന്നു. ആൽബിനെ കണ്ടതും അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്തായി ആൽബിൻ? സിദ്ധാർത്ഥിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം? കമ്മീഷണർ ചോദിച്ചു. ആൽബിൻ പതുക്കെ നടന്ന് മേശയ്ക്ക് മുന്നിലെ കസേരയിലിരുന്നു. അയാളുടെ നോട്ടം കമ്മീഷണറുടെ കണ്ണുകളിലേക്ക് നീണ്ടു. വിവരങ്ങൾ കിട്ടി സർ, എല്ലാം കിട്ടി. 10 വർഷം മുമ്പ് ദീപക് നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഫോർമുല മോഷ്ടിക്കാൻ കൂട്ടുനിന്ന, അയാളെ കൊന്നിട്ട് ആത്മഹത്യയാക്കി മാറ്റിയ ആ വലിയ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കമ്മീഷണറുടെ മുഖത്തെ ഭാവം ഒന്ന് മാറി. എങ്കിലും അയാൾ ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. ആരാണത്? അത് താങ്കളാണ് മിസ്റ്റർ വിക്രം പ്രതാപ് സിംഗ്. ആൽബിൻ തൻ്റെ പോക്കറ്റിൽ നിന്നും 10 വർഷം മുമ്പുള്ള ആ ചുവന്ന ഫയലിൻ്റെ പകർപ്പെടുത്ത് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അന്ന് ആ കേസ് അട്ടിമറിക്കാൻ നിങ്ങൾ വാങ്ങിയ കോടികളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഇതിലുണ്ട്. സിദ്ധാർത്ഥ് ഇത് എനിക്ക് തന്നു. കമ്മീഷണർ ഒരു നിമിഷം നിശബ്ദനായി.
പിന്നീട് അയാളുടെ മുഖത്തെ ഭാവം ക്രൂരമായ ഒരു ഭാവത്തിലേക്ക് മാറി. അയാൾ കസേരയിലിരുന്ന് ചാരിയിരുന്ന് പരിഹാസത്തോടെ ചിരിച്ചു. സമ്മതിച്ചിരിക്കുന്നു ആൽബിൻ, ബുദ്ധിമാൻ തന്നെയാണ് നീ. അതെ, ഞാനാണ് അത് ചെയ്തത്. ദീപക്കിൻ്റെ ഫോർമുല വിറ്റാൽ കിട്ടുന്ന തുക അത്ര വലുതായിരുന്നു. അതിനു മുന്നിൽ ഒരു സാധാരണ ഗവേഷകന്റെ ജീവന് എന്ത് വില? പക്ഷേ ഇതറിഞ്ഞിട്ട് ഇപ്പോൾ നിനക്കെന്ത് കാര്യം? നഗരത്തിലെ ബാക്കി 2 VIP-കൾ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? കമ്മീഷണർ ചോദിച്ചു. പെട്ടെന്ന് കമ്മീഷണറുടെ മേശപ്പുറത്തിരുന്ന ലാൻഡ് ലൈൻ ഫോൺ ശബ്ദിച്ചു. വിക്രം പ്രതാപ് സിംഗ് ഫോൺ സ്പീക്കറിലിട്ടു. മറുപുറത്ത് സിദ്ധാർത്ഥിൻ്റെ കനത്ത ശബ്ദമായിരുന്നു. മിസ്റ്റർ വിക്രം, ആൽബിൻ എല്ലാം കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തിരയുന്ന ആ 2 VIP-കൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ സ്വന്തം ഔദ്യോഗിക വസതിയുടെ ഭൂഗർഭ അറയിൽ ഞാൻ അവരെ കിട്ടിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങൾ എന്നെയും എൻ്റെ അച്ഛനെയും ഭീഷണിപ്പെടുത്തി ദീപക്കിൻ്റെ ബോഡി ദഹിപ്പിച്ച അതേ സ്ഥലത്ത്. കമ്മീഷണർ ഞെട്ടി എഴുന്നേറ്റു. സിദ്ധാർത്ഥ്! സമയം തീരുകയാണ് വിക്രം. ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഞാൻ ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൃത്യം 20 മിനിറ്റ്. നിങ്ങൾക്ക് ആ 2 പേരെ രക്ഷിക്കണമെങ്കിൽ അങ്ങോട്ട് വരാം. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക, ആ ചതുരംഗക്കളത്തിൽ നിങ്ങൾക്കായി ഞാൻ ഒരു പ്രത്യേക സമ്മാനം കാത്തുവച്ചിട്ടുണ്ട്. ഫോൺ കട്ടായി. ആൽബിൻ, വേഗം ഫോഴ്സിനെ വിളിക്ക്. കമ്മീഷണർ പരിഭ്രാന്തിയോടെ തൻ്റെ തോക്കെടുത്ത് പുറത്തേക്കോടി. ആൽബിൻ കമ്മീഷണർക്ക് പിന്നാലെ പാഞ്ഞു. കളി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥ് ഒരുക്കിയ ആ ചതിക്കുഴിയിലേക്ക് തന്നെയാണ് കമ്മീഷണർ ഇപ്പോൾ ഓടിച്ചെല്ലുന്നത് എന്ന് ആൽബിൻ ഉറപ്പായിരുന്നു. പക്ഷേ ആ 2 നിരപരാധികളില്ലാത്ത VIP-കളുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് അങ്ങോട്ട് പോയേ തീരും. കൊച്ചി നഗരത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആ 2 പോലീസ് വണ്ടികളും കമ്മീഷണറുടെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി പാഞ്ഞു. കമ്മീഷണറുടെ ഔദ്യോഗിക വസതിയുടെ വലിയ ഗേറ്റ് തള്ളി തുറന്ന് 2 പോലീസ് വണ്ടികളും മുറ്റത്തേക്ക് ഇരച്ചു കയറി. കാർ നിർത്തിയതും കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗും ആൽബിനും തോക്കുകളേന്തി പുറത്തേക്കിറങ്ങി. സമയം പായുകയായിരുന്നു. ബോംബ് പൊട്ടാൻ ഇനി വെറും 7 മിനിറ്റ് മാത്രം ബാക്കി. ആൽബിൻ, നീ മുകളിലെ നിലകൾ പരിശോധിക്കൂ. ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോകാം. വിക്രം പ്രതാപ് സിംഗ് ഭയവും ദേഷ്യവും കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. വേണ്ട സർ, അതൊരു ചതിയാണ്. ആൽബിൻ തടയാൻ നോക്കിയെങ്കിലും സ്വാർത്ഥതയും ഭയവും മൂടിയ കമ്മീഷണർ അത് കേൾക്കാൻ നിൽക്കാതെ ബേസ്മെൻറ്റിലേക്കുള്ള ഇരുമ്പ് വാതിൽ ചവിട്ടി തുറന്ന് താഴേക്ക് ഓടിയിറങ്ങി. ആൽബിൻ ഒട്ടും സമയം കളയാതെ വസതിയുടെ പിന്നിലെ രഹസ്യ വഴിയിലൂടെ ബേസ്മെൻറ്റിലേക്ക് പ്രവേശിച്ചു. അവിടെ ടോർച്ച് വെളിച്ചത്തിൽ അയാൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ദൂരെ ഒരു തൂണിൽ കസേരകളിലായി കാണാതായ ആ പ്രമുഖ ബിസിനസ്സുകാരനും മുൻ മന്ത്രിയുടെ സെക്രട്ടറിയും കെട്ടിയിട്ട നിലയിലുണ്ട്. അവർക്ക് തൊട്ടുമുകളിലായി ചുവന്ന അക്കങ്ങൾ മിന്നിമറയുന്ന ടൈം ബോംബ് ഘടിപ്പിച്ചിരുന്നു. സമയം 3 മിനിറ്റ് 20 സെക്കൻഡ്. ഹാ വിക്രം, ഒടുവിൽ നീ എൻ്റെ വലയിൽ വന്നു വീണു. ബേസ്മെൻറ്റിൻ്റെ ഇരുളടഞ്ഞ ഒരു കോണിൽ നിന്നും സിദ്ധാർത്ഥ് പുറത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, തോക്ക് താഴെയിട്, നിന്റെ കളി അവസാനിച്ചു. കമ്മീഷണർ വിക്രം തൻ്റെ സർവീസ് റിവോൾവർ സിദ്ധാർത്ഥിന് നേരെ ചൂണ്ടി. സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചിരിച്ചു. എൻ്റെ കളിയല്ല വിക്രം, നിന്റെ ജീവിതമാണ് അവസാനിക്കാൻ പോകുന്നത്. ഈ ബോംബിൻ്റെ ഡിഫ്യൂസ് കോഡ് എൻ്റെ കയ്യിലാണ്. ഞാൻ ഈ സ്വിച്ച് അമർത്തിയാൽ അടുത്ത നിമിഷം ഇത് പൊട്ടിത്തെറിക്കും. നീ 10 വർഷം മുമ്പ് എൻ്റെ അനിയൻ്റെ ജീവിതം കരിച്ചു കളഞ്ഞ ഈ മണ്ണിൽ വെച്ച് നീയും ഇന്ന് ചാരമാകും. അതിന് നീ ജീവനോടെ ഉണ്ടാകണ്ടേ? വിക്രം പ്രതാപ് സിംഗ് ഒട്ടും ദയയില്ലാതെ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിനു നേരെ ട്രിഗർ അമർത്തി. ധിം! കനത്ത വെടിയൊച്ച ആ ഭൂഗർഭ അറയിൽ മുഴങ്ങി. പക്ഷേ വെടിയേറ്റത് സിദ്ധാർത്ഥിനായിരുന്നില്ല. വിക്രം ട്രിഗർ അമർത്തുന്നതിന് തൊട്ടു മുമ്പ് പിന്നിൽ നിന്നും പാഞ്ഞു വന്ന ആൽബിൻ്റെ വെടിയുണ്ട വിക്രത്തിൻ്റെ കൈയിലെ തോക്ക് തെറിപ്പിച്ച് കളഞ്ഞിരുന്നു. വിക്രം വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് കൈ പിടിച്ച് താഴെയിരുന്നു. ആൽബിൻ, നീ എന്താണ് ഈ ചെയ്യുന്നത്? അവനൊരു കൊലപാതകിയാണ്. വിക്രം ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതെ സർ, അവൻ കൊലപാതകിയാണ്. നിയമം അവനെ ശിക്ഷിക്കും. പക്ഷേ അതിനേക്കാൾ വലിയ കുറ്റവാളിയാണ് നിയമത്തിൻ്റെ കാവൽക്കാരനായിരുന്നു കൊണ്ട് അധികാരം വിറ്റ് ചോരക്കഞ്ഞി കുടിച്ച നിങ്ങൾ. ആൽബിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. സമയം ഇനി വെറും 1 മിനിറ്റ് 10 സെക്കൻഡ്.
ആൽബിൻ പതുക്കെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് നടന്നു. തൻ്റെ തോക്ക് താഴെ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സിദ്ധാർത്ഥ്, നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ ലോകത്തിനു മുന്നിൽ ദീപക് നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഈ വിക്രം പ്രതാപ് സിംഗ് ജയിലിനുള്ളിൽ കിടന്ന് നരകിക്കും. ദയവായി ആ റിമോട്ട് എനിക്ക് തരൂ. ഈ രണ്ടുപേരെയും നമുക്ക് നിയമത്തിനു മുന്നിൽ നിർത്താം. നിന്റെ അനിയൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നീ ഇനിയൊരു കൊലപാതകി കൂടി ആവരുത്. ആൽബിൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത സിദ്ധാർത്ഥിൻ്റെ കനത്ത ഹൃദയത്തെ സ്പർശിച്ചു. അയാളുടെ കണ്ണുകളിൽ നിന്നും ആദ്യമായി കണ്ണീർ പൊടിഞ്ഞു. 10 വർഷത്തെ പ്രതികാരത്തിൻ്റെ കനലുകൾ ആ കണ്ണുകളിൽ പതുക്കെ അണയുകയായിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ റിമോട്ട് കൺട്രോൾ ആൽബിന് നേരെ നീട്ടി. ബോംബ് ഡിഫ്യൂസ് ചെയ്യാനുള്ള കോഡ് പറഞ്ഞുകൊടുത്തു. ആൽബിൻ അതിവേഗം ബോംബ് നിർവീര്യമാക്കി. സമയം 12 സെക്കൻഡ് ഉള്ളപ്പോൾ ആ ചുവന്നാക്കങ്ങൾ 0 നിശ്ചലമായി. 1 മാസത്തിന് ശേഷം കൊച്ചിയിലെ പ്രത്യേക CBI കോടതിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. മാധ്യമങ്ങളെല്ലാം തത്സമയ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ സിറ്റി പോലീസ് കമ്മീഷണർ വിക്രം പ്രതാപ് സിംഗ്, പ്രമുഖ ബിസിനസ്സുകാരൻ, മന്ത്രിയുടെ മുൻ സെക്രട്ടറി എന്നിവരെ 10 വർഷം മുമ്പുള്ള കൊലപാതക കുറ്റത്തിനും അഴിമതിക്കും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഒപ്പം വ്യാജ കൊലപാതക പരമ്പരകൾ നടത്തിയ ഡോക്ടർ സിദ്ധാർത്ഥ് നാരായണനും കോടതി ശിക്ഷ വിധിച്ചു. പക്ഷേ കോടതിക്ക് പുറത്തേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വലിയൊരു സമാധാനമുണ്ടായിരുന്നു. കോടതി പടവുകൾ ഇറങ്ങിപ്പോകുന്ന സിദ്ധാർത്ഥിനെ ആൽബിൻ ദൂരെ നിന്നും നോക്കി. സിദ്ധാർത്ഥ് പതുക്കെ തിരിഞ്ഞ് ആൽബിനെ നോക്കി കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു. ആൽബിൻ തൻ്റെ പോലീസ് തൊപ്പി ശരിയാക്കി വെച്ച് ആകാശത്തേക്ക് നോക്കി പതുക്കെ ഒരു സിഗരറ്റിന് തീ കൊടുത്തു. കൊച്ചി നഗരത്തിലെ കനത്ത പ്രളയപ്പെയ്ത്ത് തോർന്നിരുന്നു. ഇരുളടഞ്ഞ ഇടനാഴികളിലൂടെ സഞ്ചരിച്ച ആ കനൽ വഴികൾക്കൊടുവിൽ പൂർണ്ണവിരാമമായിരിക്കുന്നു.